ആനകൃഷ്ണൻ 30ാമത്തെ ബർത്ത്ഡേക്ക് BMW കാർ വാങ്ങി. ഞാൻ എൻ്റെ 25ാമത്തെ ബർത്ത്ഡേക്ക് എന്ത് വാങ്ങി? കാറൊന്നും വാങ്ങിയില്ലെങ്കിലും ഞാൻ എനിക്കൊരു സെൽഫ് ഗിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാനൊരു iPhone 17 വാങ്ങി. ബർത്ത്ഡേയുടെ എന്നല്ലാന്ന് മാത്രം, ബർത്ത്ഡേക്ക് 2 ആഴ്ച മുമ്പേ വാങ്ങി. കാരണം എൻ്റെ 13 പണി മുടക്കി എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ഫോൺ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് 2 ആഴ്ച നേരത്തെ തന്നെ വാങ്ങി. പിന്നെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തു. അതെൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു. പണ്ട് തൊട്ടേ ഞാനിങ്ങനെ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, അതൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് 25 വയസ്സാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന്. അപ്പോൾ കേക്ക് വാങ്ങിക്കാനും ഫോട്ടോഷൂട്ടിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് വാങ്ങുന്നത്. കാരണം വേറെ ആരും ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്നെ കുറച്ച് നാളായിട്ടൊരു ആഗ്രഹമാണ്. പിന്നെ ഷാഡോ പോലത്തെ കണ്ടിട്ടില്ലേ, ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് തോന്നുന്നു. എന്നാലും നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ ഫാഷനൊന്നും നോക്കാതെ ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 25 എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റമാർട്ടിൽ വാങ്ങിയിട്ട് ഒരു ചെറിയ കപ്പ് കേക്കും വാങ്ങിയിട്ട് എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കണം. അതിനൊന്നും വർക്കൗട്ട് ആവുന്നു. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ 25 വയസ്സായിട്ടൊന്നും ചെയ്തില്ല എന്നൊരു തോന്നലേക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണം. ഇതത്ര ഇന്നോവേറ്റീവ് ഒന്നല്ലെന്ന് എനിക്കറിയാം. എന്നാലും 2 പോസ്റ്റെങ്കിലും ഇടണ്ടേ. അപ്പോൾ വാസ് പ്ലാനിങ് ടു ഡൂ ദാറ്റ്. അങ്ങനെ 2 ഫോട്ടോ എടുക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ചിലപ്പോൾ ഇനി അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. ചിലപ്പോൾ ഇനി ഞാനിതൊന്നും ചെയ്തൊന്നും വരില്ല ഗൈസ്. അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. എനിക്ക് അത്രയും പൈസ ചിലവാക്കി പോസ്റ്റ് ഇടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം ഫോട്ടോഗ്രാഫറായ എൻ്റെ അമ്മേനെ കൊണ്ട് വീഡിയോ ആൻഡ് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അതാണ് ഈ കാണുന്ന ഫോട്ടോസ്. കാരണം എൻ്റെ അമ്മ എടുത്തതാണെന്ന് പറയുമോ, അടിപൊളിയായിട്ടില്ലേ? പിന്നെ എൻ്റെ കുറച്ച് ഡയറക്ഷനും ഉണ്ട്. ബൈ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. കാരണം ഒന്നുമില്ല, കേക്കൊന്നും മുറിച്ചൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഇല്ല. ഒരു സാധാരണ ഡേയും. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ എനിക്ക് നേരത്തെ കിട്ടി. ബർത്ത്ഡേയുടെ അന്നല്ല, എനിക്ക് മുമ്പേ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഗിഫ്റ്റുകൾ തന്നു. ഞാനിങ്ങനെ വിയർക്കുന്നത്, ഞാൻ ഫാൻ ഇടുന്നില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മൈക്ക് സൗണ്ട് കേൾക്കില്ല. ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വിയർക്കുന്നത്. എന്തൊരു ചൂടാലേ! ഷോ ഒട്ടുപോയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുളിച്ച് പിടിച്ച് മേക്കപ്പൊക്കെ തുടങ്ങിയപ്പോൾ ഒരു 10 മണിയായി. 10 മണി തൊട്ട് ഒരു 1 മണി വരെ ഇതിൻ്റെ പിന്നാലെയാണ്. വന്നിട്ട് ഞങ്ങൾ നേരെ കടയിൽ പോയിട്ട് ഞാൻ തന്നെ 25 എന്നുള്ള ഇതൊക്കെ വാങ്ങി, ഞാൻ തന്നെ ക്യാൻഡിൽസ് വാങ്ങി, ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്തു. ഒരു ഇൻഡിപെൻഡൻറ്റ് വുമണായൊരു സാധനം. ഓക്കെ, 25 വയസ്സായി. അങ്ങനെ 25 വയസ്സായിട്ട് എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സാധാരണ ഒരു ദിവസം ഇങ്ങനെ അയ്യോ എനിക്ക് 25 അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. എന്തിപ്പോൾ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. എനിവേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇടണം ഇൻസ്റ്റഗ്രാമിൽ നിന്നായിരുന്നു എൻ്റെ 25ാമത്തെ ബർത്ത്ഡേയുടെ ആഗ്രഹം. അത് ഞാൻ സാധിച്ചിട്ടുണ്ട്. 18-ാം തീയതി ഇടുന്നുണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവിടെ എഡിറ്റൊക്കെ ചെയ്ത് ഇടണ്ടേ. കാരണം ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നാളെ ഞാൻ ബിസിയാണ്. തിങ്കളാഴ്ച ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇടാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ 18/10/2025 ആണ് കേട്ടോ. ജസ്റ്റ് ഫോർ യുവർ ഓർമ്മപ്പെടുത്തൽ. എല്ലാ ബർത്ത്ഡേ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം എന്നില്ല, സൂപ്പറാവാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ആൻഡ് എൻ്റെ കസിൻസൊക്കെ എനിക്ക് വേണ്ടി സ്വീറ്റ് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടോ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തിട്ട്. കാരണം അവരൊക്കെ വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു സ്വീറ്റ് വീഡിയോ ഒക്കെ ഉണ്ടാക്കി തന്നു. സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഒരുപാട് പേര് വിഷ് ചെയ്തു. അതിനുള്ള അപ്പോൾ ബൈ, സീ യു.